ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഡേ 8 എത്തിയിരിക്കുകയാണ്. ഇന്നൊരു സൺഡേ ആയിരുന്നു, അതുകൊണ്ട് തന്നെ എണീറ്റപ്പോൾ കുറച്ച് ലേറ്റായപ്പോൾ 8 ആയി. ബട്ട് സ്റ്റിൽ രാവിലെ ചായ ശകലം കുടിക്കേണ്ടി വന്നു, കാര്യം തലവേദന ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ നടക്കാനൊക്കെ ഇറങ്ങി. രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോൾ നല്ല ഒരു കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ചൂടിച്ചിരി ഒന്ന് കുറഞ്ഞതായിട്ട് തോന്നി. സ്കൂൾ ഏരിയയുടെ അടുത്ത് തന്നെ നല്ല നടക്കാനുള്ള പ്ലേസ് ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ കളിക്കുന്ന, ക്രിക്കറ്റ് കളിക്കുന്നതൊക്കെ കാണാൻ ഇഷ്ടം പോലെ ആൾക്കാർ നടക്കാനുണ്ടായിരുന്നു. നല്ല പ്ലസൻ്റ് ആയിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. സ്കൂളുള്ള ദിവസങ്ങളിൽ ഈ റോഡ് ഫുൾ വണ്ടികളും കുട്ടികളും പാരൻസും അങ്ങനെയാണ്. വീക്കെൻഡ് ആയപ്പോൾ നോക്കി ആരുമില്ല. നടക്കാൻ പറ്റിയ സ്ഥലം, ഒരു ഈവനിങ് വാക്കിന് ചൂസ് ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണിത്, സ്കൂൾ ഏരിയ. പിന്നെ സൺഡേ ആയിട്ട് പോലും ദൂരെ കാണുന്നുണ്ടോ, ലാൻഡ്സ്കേപ്പ് ടീമിനെ കാണാം. UAയിലെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ ലാൻഡ്സ്കേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. സൺഡേ എന്നോ സാറ്റർഡേ എന്നോ ഒരു വീക്കെൻഡ് എന്നോ ഒന്നും ഇല്ല. കണ്ടോ, അവർ നീറ്റായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടായിരുന്നു ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുവരുമ്പോൾ ഒരാളെ കണ്ടു. Hey man, hey gentleman. നടക്കാൻ പോയ എന്നെ കാണാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു പുള്ളി അവസാനം രംഗത്തിറങ്ങി. സാധാരണ വീഡിയോ ഒന്നും എടുക്കാൻ വരാത്തതാണ്, ഇപ്രാവശ്യം ഒന്ന് വീഡിയോ എടുത്തരുമെന്ന് ചോദിച്ചപ്പം പാവം വന്ന് എടുത്തു തന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നടന്നൊക്കെ വീടെത്തി. കാര്യം മോളൊറ്റയ്ക്കാണ് വീട്ടിൽ. അങ്ങനെ നടന്ന് വീട്ടിലൊക്കെ എത്തി. ഇനി നേരെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക്. അതിന് മുമ്പ് ആസ് യൂഷ്വൽ ചിയാ സീഡ്. വിയർത്ത് കുളിച്ച് വന്ന ഞാൻ ഉടനെ തന്നെ ചിയാ സീഡ് കുടിച്ചു. അത് കഴിഞ്ഞ് ഇനി അടുത്ത ബ്രേക്ക്ഫാസ്റ്റിലേക്കുള്ള ഡിസ്കഷനാണ് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സ് പുട്ടിൻ്റെ ഒരു അരക്കുറ്റിയാണ് ഞാൻ എടുത്തത്. ചേട്ടന് പയർ കറി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെറുപയർ കറിയുമായിരുന്നു. നല്ല ചൂട് ചെറുപയർ കറിയും ഓട്സ് പുട്ടും കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങളുടെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റിൽ ഒന്നാണിത്. യൂഷ്വലി നമ്മൾ മുട്ട സ്ക്രാമ്പിളും കൂടെ വയ്ക്കുന്നതാണ്. പിന്നെ പയറൊക്കെ ഉള്ളതുകൊണ്ട് ഹെവി ആയതുകൊണ്ട് മുട്ട ഇന്ന് എടുത്തില്ല. അപ്പോൾ അതായിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്. കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നപ്പോൾ നമ്മൾ മിയക്കുട്ടി എണീറ്റ് വന്നു. പിന്നെ ഒരു 11 AM ഒക്കെ ആയപ്പോൾ കുറച്ച് ബ്ലൂബെറീസ് കഴിച്ചു. ഇത്ര ക്വാണ്ടിറ്റിയാണ് കഴിച്ചത്. ഉച്ചയ്ക്ക് ചെറിയൊരു പോർഷൻ അവിയലും പിന്നെ ഈ ഒരു കപ്പിൽ തൈരും പിന്നെ സാൽമൻ്റെ ഒരു പീസുമാണ് കഴിച്ചത്. ഈ പാത്രം കണ്ടായിരുന്നു, തൈര് വെച്ചിരിക്കുന്ന കിണ്ണം, ഭയങ്കര ക്യൂട്ടല്ലേ. ഇതെനിക്ക് അമ്മ തന്നതാണ്. അമ്മ ഇതുപോലത്തെ കുറേ കുഞ്ഞു പാത്രങ്ങളും കുഞ്ഞു കിണ്ണങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നമ്മളൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് അമ്മ വീട്ടിൽ പലഹാരങ്ങളൊക്കെ വയ്ക്കുന്ന സമയങ്ങളിൽ ഇതുപോലത്തെ കുഞ്ഞു പാത്രങ്ങളിലൊക്കെയാണ് ഇട്ട് തരണം. ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റുമാണ്. അപ്പോൾ ഞാൻ സാൽമൺ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ മോളടുത്ത് വന്ന് പീസൊക്കെ ചോദിച്ചു ടേസ്റ്റ് ചെയ്യാനൊക്കെ. അതൊക്കെ ഓരോ മൂഡാണ്, ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല. ഈവനിങ് ഞാൻ ടീ തന്നെ കുടിച്ചു, കാരണം എനിക്ക് ഒരു മൈഗ്രെയിൻ പോലെ തോന്നി. അങ്ങനെ കുറച്ച് പോർഷൻ ടീയും പിന്നെ കുറച്ച് ഗ്രേപ്സും കഴിച്ചായിരുന്നു. അപ്പോഴത്തേനും വയറ് ഫുള്ളായി. പിന്നെ ഞാൻ രാത്രി ഒരു ചപ്പാത്തിയും ചിക്കൻ കറി കുറച്ച് ഗ്രേവിയും ആണ് എടുത്തത്. 2 ചെറിയ പീസാണ് എടുത്തത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.